സ്വാമിയേ ശരണമയ്യപ്പ. ഗുരുവായൂരപ്പ ശരണം. ഭദ്രകാളി അമ്മയെ ശരണം. ഈ കഥയുടെ തുടക്കം ഇങ്ങനെയാണ്. അർഹതയില്ലാത്ത നേട്ടങ്ങൾ. ഒരു ദിവസം 36 കേന്ദ്രങ്ങൾ ഓഡിറ്റ് ചെയ്യാനുള്ള ചുമതല എനിക്ക് ലഭിച്ചു. ആ ദൗത്യം പൂർണ്ണമായി നിർവഹിക്കുന്നത് പ്രായോഗികമായി അസാധ്യമായി തോന്നി. അതിനാൽ എല്ലാ 36 കേന്ദ്രങ്ങളും പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനു പകരം ഞാൻ 5 കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്ത് ഓഡിറ്റ് ചെയ്തു. അവയിൽ ഒരു കേന്ദ്രത്തിൽ തട്ടിപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കണ്ടെത്തി മാനേജ്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ സമയത്ത് അതിനെ ഞാൻ എൻ്റെ വ്യക്തിപരമായ നേട്ടമായി കരുതിയിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച മറ്റ് അനുഭവങ്ങളെ ഓർത്തു നോക്കുമ്പോൾ അതിനെ എൻ്റെ സ്വന്തം നേട്ടമായി അവകാശപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല. എന്നെ ഉയർത്തിപ്പിടിക്കാനായി ദൈവകൃപയാൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മറ്റൊരവസരത്തിൽ ഒരു കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ഓഡിറ്റ് നടത്തുന്നതിനിടെ 2 ക്യാഷ് രസീതുകൾ തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തിയതായി ഞാൻ ശ്രദ്ധിച്ചു. അതേ നിമിഷം വൈദ്യുതി നിലച്ചു. ഓഫീസിൽ സമയം പാഴാക്കുന്നതിനു പകരം ആ രസീതുകൾ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി വിദ്യാർത്ഥികളോട് സാധാരണയായി ചോദിച്ചറിഞ്ഞു. അതിശയകരമായി ഞാൻ ശ്രദ്ധിച്ച വ്യത്യാസങ്ങളുള്ള അതേ രസീതുകളുടെ യഥാർത്ഥ പകർപ്പുകൾ 2 വിദ്യാർത്ഥികളുടെ കൈവശമുണ്ടായിരുന്നു. എൻ്റെ ഉദ്ദേശം തട്ടിപ്പ് കണ്ടെത്തുക എന്നതല്ലായിരുന്നു. ആ തിരുത്തലുകൾ എന്തുകൊണ്ട് വരുത്തി എന്ന് മനസ്സിലാക്കുക മാത്രമായിരുന്നു. എന്നിരുന്നാലും അന്വേഷണത്തിലൂടെ ജീവനക്കാരുടെ ക്രമക്കേട് പുറത്തു വന്നു. ഒടുവിൽ അതിന് ഉത്തരവാദിയായ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അന്ന് ആലോചിച്ചപ്പോൾ ഒരു ചെറിയ പിഴവ് ശ്രദ്ധിച്ചതും പെട്ടെന്ന് വൈദ്യുതി പോയതും രസീതുകൾ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയതും സത്യം പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ തെളിവുകൾ അപ്രതീക്ഷിതമായി ലഭിച്ചതും ഇതെല്ലാം ഒരു സാധാരണ യാദൃശ്ചികതയായി തോന്നുന്നില്ല. എൻ്റെ ബോസ് ഒരു ആശുപത്രിയുടെ ഓഡിറ്റിംഗ് നടത്താൻ എൻ്റെ സീനിയറെ നിയോഗിച്ചു. എനിക്ക് ആശുപത്രിയിലെ ഭക്ഷണം വളരെ ഇഷ്ടമായിരുന്നതിനാൽ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ സീനിയറോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം ബോസിനോട് സംസാരിച്ചു. ബോസും സമ്മതിച്ചു. 10 ദിവസത്തിന് ശേഷം ഓഡിറ്റിങ്ങിന് പോകാനായിരുന്നു തീരുമാനം. എന്നാൽ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് എൻ്റെ സീനിയർക്ക് അടിയന്തരമായി മറ്റൊരു ജോലി വന്നതിനാൽ ആശുപത്രി ഓഡിറ്റിംഗ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സ്വതന്ത്ര ഓഡിറ്റിംഗ്. എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ അവർ ഫയലുകൾ കൈമാറുകയും സ്റ്റോർ റൂമിലെ ഫയലുകൾ സൂക്ഷിച്ചിരുന്ന ഭാഗം കാണിച്ചു തരികയും ചെയ്തു. ഉള്ളിൽ ഞാൻ ഭയന്നു വിറയ്ക്കുകയായിരുന്നു. ആശുപത്രിയിലെ ഭക്ഷണത്തോടുള്ള എൻ്റെ ഇഷ്ടമാണ് എന്നെ ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്ന് ഞാൻ ചിന്തിച്ചു. ഓഡിറ്റിംഗ് പൂർത്തിയാക്കാൻ എനിക്ക് 15 ദിവസം മാത്രമാണ് അനുവദിച്ചിരുന്നത്. ഞാൻ ജോലി തുടങ്ങി. ഭക്ഷണ ചെലവ് ക്ലെയിം ചെയ്യാമായിരുന്നെങ്കിലും ഭയം കാരണം ആദ്യ ദിവസങ്ങളിൽ ഉച്ചഭക്ഷണം പോലും ശരിയായി കഴിച്ചില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. 3-ാം ദിവസം മുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാകാൻ തുടങ്ങി. 6-ാം ദിവസം ഒരു പ്രധാനപ്പെട്ട പിഴവ് കണ്ടെത്തി. ആശുപത്രിയിലെ അക്കൗണ്ട്സ് വിഭാഗം അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും എൻ്റെ കണ്ടെത്തലിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഭക്ഷണവും നന്നായി കഴിക്കാൻ തുടങ്ങി. ആദ്യ ദിവസങ്ങളിൽ ഭയം കാരണം രാവിലെ 7 മണിക്ക് എത്തി രാത്രി 8 മണി വരെ ജോലി ചെയ്തിരുന്ന ഞാൻ പിഴവ് കണ്ടെത്തിയ ശേഷം രാവിലെ 9 മണിക്ക് എത്തി വൈകുന്നേരം 5 മണിക്ക് ജോലി അവസാനിപ്പിക്കാൻ തുടങ്ങി. ആ അനുഭവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആത്മവിശ്വാസം നൽകി. ജീവിതത്തിൽ എനിക്കും എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ഈ ജോലി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ നേട്ടങ്ങൾ മാത്രം പറയുക എന്നതല്ല, ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു സത്യം പങ്കിടുക എന്നതാണ്. ഈ ലോകത്ത് ആരും സ്വന്തം കഴിവ് കൊണ്ട് മാത്രം ഉയരുന്നില്ല.
ഓരോരുത്തർക്കും ദൈവം ഓരോ അനുഗ്രഹവും വഴിയും നൽകുന്നു. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ട അവസരങ്ങളും ചിലപ്പോൾ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലൂടെ ലഭിക്കും. അതാണ് പലരും വിധി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഭയപ്പെടരുത്. തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കരുത്. അച്ചടക്കത്തോടെയും സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ജീവിച്ചാൽ ദൈവം ഓരോരുത്തർക്കും അവരവരുടെ വഴികൾ തുറന്നു തരും. മറ്റൊരു കമ്പനിയിൽ ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നതിനിടെ ഒരു കാര്യത്തെക്കുറിച്ച് സ്റ്റാഫുമായി സംസാരിക്കാൻ പോയി. അദ്ദേഹം ഒരു ഫയൽ കൊണ്ടുവന്നു. ഞങ്ങളത് വെറുതെ ഒന്ന് മറിച്ചു നോക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ അത് ഞാൻ പരിശോധിക്കേണ്ട ഫയൽ അല്ലായിരുന്നതിനാൽ ഞാൻ അത് അവഗണിച്ചു. എന്നിരുന്നാലും ആ ചെറിയ സംശയം മനസ്സിൽ നിന്ന് മാറിയില്ല. വൈകുന്നേരം ഹോട്ടലിലേക്ക് പോകാനായി വാഹനത്തിൽ കയറിയപ്പോൾ പോലും എൻ്റെ മനസ്സ് ആ ഫയൽ വീണ്ടും പരിശോധിക്കണമെന്ന് ശക്തമായി പറഞ്ഞു. ഉടൻ തന്നെ ഞങ്ങൾ ഓഫീസിലേക്ക് തിരികെ പോയി. അതേ ഫയൽ വീണ്ടും ആവശ്യപ്പെട്ടു. ഫയൽ വീണ്ടും പരിശോധിച്ചപ്പോൾ 35 ലക്ഷം വില വരുന്ന ഒരു ബിൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കണ്ടെത്തി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു. എൻ്റെ ബോസ് എന്നെ അഭിനന്ദിക്കുകയും ഈ വലിയ പിഴവ് കണ്ടെത്തിയതിന് നന്ദി പറയുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം എൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായി. എന്നേക്കാൾ കഴിവും അനുഭവവും ഉള്ളവർ ഉണ്ടായിരിക്കെ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ എനിക്കു മാത്രം എന്തുകൊണ്ടാണ് ലഭിക്കുന്നത്? ഇത് എൻ്റെ കഴിവാണോ, അതോ ദൈവം എനിക്ക് നൽകുന്ന ഒരു പ്രത്യേക മാർഗനിർദ്ദേശമോ? തമിഴ്നാട്ടിൽ ഓഡിറ്റ് ചെയ്യാനായി ഞങ്ങൾ ഒരു കമ്പനിയിൽ പോയിരുന്നു. സമയം വളരെ കുറവായിരുന്നതിനാൽ എല്ലാ വൗച്ചറുകളും 100% പരിശോധിക്കാൻ സാധിച്ചില്ല. അതിനാൽ പതിവ് പോലെ സാമ്പിൾ അടിസ്ഥാനത്തിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചു. ആകെ 1 ലക്ഷം വൗച്ചറുകളിൽ നിന്ന് ഞാൻ വെറും 10 വൗച്ചറുകൾ മാത്രം സാമ്പിളായി തിരഞ്ഞെടുത്തു. അതിൽ ഒരു വൗച്ചർ പരിശോധിച്ചപ്പോൾ കമ്പനി മറച്ചുവെക്കാൻ ശ്രമിച്ചിരുന്ന 85 ലക്ഷത്തിൻ്റെ വലിയൊരു പിഴവ് കണ്ടെത്താനായി. ആ കണ്ടെത്തൽ എൻ്റെ ഓഡിറ്റ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിരുന്നു. എന്നാൽ ആ സംഭവത്തിന് ശേഷം എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. ഇതെല്ലാം ശരിക്കും എൻ്റെ കഴിവുകൊണ്ടാണോ സംഭവിച്ചത്? അതോ ദൈവം എന്നെ വളർത്താനും ശരിയായ വഴിയിലേക്ക് നയിക്കാനുമായി നൽകിയ ഒരു സൂചനയോ? നല്ല ഉറക്കം തോന്നിയൊരു ദിവസം. ഓഫീസിൽ എൻ്റെ സീറ്റിലിരുന്നാൽ ഉറങ്ങിപ്പോകുമെന്ന് തോന്നി. അതിനാൽ ഞാൻ മറ്റൊരു വിഭാഗത്തിലേക്ക് പോയി. കുറച്ച് ഫയലുകൾ വാങ്ങി. അവിടെ ഏകദേശം 20 മിനിറ്റ്സ് ഉറങ്ങി. ഉണർന്ന ശേഷം വെറുതെ വൗച്ചറുകൾ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞു, ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ബാക്കി പറഞ്ഞത് വ്യക്തമായി കേൾക്കാനായില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു, എന്താണ് പറഞ്ഞത്? അയ്യപ്പ അയ്യപ്പ എന്ന്. ഫോണിൽ സംസാരിക്കുമ്പോൾ എൻ്റെ കൈ വൗച്ചറുകൾക്കിടയിൽ കുടുങ്ങിപ്പോയി. ഞാൻ അമ്മയോട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വച്ചു. കൈ പുറത്തെടുത്ത ഉടനെ എൻ്റെ കൈ കുടുക്കിയ ആ വൗച്ചറിനെ കുറിച്ച് ഒരു സംശയം തോന്നി. അത് വിശദമായി പരിശോധിച്ചപ്പോൾ വലിയൊരു തട്ടിപ്പ് നടത്തിയ ക്ലെയിം വൗച്ചറാണെന്ന് കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിൽ 16 പേരെ അറസ്റ്റ് ചെയ്തു. ഈ കണ്ടെത്തലിന് മാനേജ്മെൻറ്റ് എന്നെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. ഈ അനുഭവങ്ങളൊക്കെയും എൻ്റെ ലോകത്തെ കാണുന്ന കാഴ്ചപ്പാടിനെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഞാൻ നേടിയ വിജയങ്ങൾക്കു ശേഷം ഞാൻ സ്വന്തമായി എല്ലാം നേടി എന്ന് പറയുന്നവരോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. അതുപോലെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരോടും, ഒരാൾ സമ്പന്നൻ, മറ്റൊരാൾ ദരിദ്രൻ, ഒരാൾ ബുദ്ധിമാൻ, മറ്റൊരാൾ അങ്ങനെയല്ല. മതം, ജാതി, പദവി, സമ്പത്ത് ഇവയെല്ലാം മനുഷ്യർ സൃഷ്ടിച്ച വേർതിരിവുകളാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഈ ജീവിതം താൽക്കാലികമാണ്, ഒന്നും ശാശ്വതമല്ല. എൻ്റെ ജീവിതം എങ്ങനെ പതിയെ മാറിയെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. പലർക്കും അത് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ അവരും ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിലൂടെ മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ജീവിതത്തിൻ്റെ സ്വഭാവം. ബാക്കി അനുഭവങ്ങൾ അടുത്ത വീഡിയോയിൽ.